ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 4 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷം നേട്ടങ്ങളുടെ ഒട്ടേറെ മുന്നേറ്റങ്ങൾ, കാഴ്ചകൾ ഈ നാടിന് നൽകുകയും സമർപ്പിക്കുകയും ചെയ്ത ഒരു കാലയളവാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പൊ പൂർത്തീകരിച്ച പദ്ധതികൾ മാത്രമല്ല, നിലവിൽ നടന്നു വരുന്ന നാഷണൽ ഹൈവേയും ദേശീയ ജലപാതയും AC റോഡും കുടിവെള്ള പദ്ധതികളും ജില്ലയിലെ എല്ലാ താലൂക്കിലും ഉയർന്നു വരുന്ന ജില്ലാ ഹോസ്പിറ്റലുകളും അടക്കം ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമാണ് നാം കാണുന്നത്. ഇതെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ഓരോ മേഖലയിലും പെട്ട ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനം ലഭിക്കുന്നു എന്ന് പരിശോധിക്കുന്ന ഒരവസരം കൂടിയാണ് ഈ 4-ാം വർഷം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തോടൊപ്പം 4 വർഷം ഏറ്റെടുത്ത പദ്ധതികൾ അതിന്റെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത സംസ്ഥാനത്തെ 4 മേഖലകളിലായി പരിശോധന നടത്തുകയാണ്. ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നാട്ടിലുണ്ടാകാം. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്? ഈ പൈസ എന്തിനാണ് ചെലവഴിക്കണം? ഈ ഗവൺമെന്റിന്റെ 4 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങൾ അറിയണം. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ നടുവിലൂടെയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. എത്രയോ പ്രതിസന്ധി നിറഞ്ഞ 4 വർഷം, ഓഖിയും കോവിഡും പ്രളയവും എല്ലാം ഏറ്റുവാങ്ങിയ വർഷങ്ങൾ. ഈ പ്രതിസന്ധിക്കിടയിലൂടെ നമുക്ക് സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, തരാതിരുന്ന സന്ദർഭത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ വികസനക്ഷേമ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 6 ദിവസം ഈ പ്രവർത്തനം വിപണന മേള ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കേരളം അഭിമാന കേരളമാക്കി തീർത്തത്, എൻ്റെ കേരളത്തെ വികസന കേരളമാക്കി തീർത്തത് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. 2016 മുതൽ 2021 വരെ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയാണ് 2021 മുതൽ അധികാരത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ്. 2016 മുതൽ ഇപ്പോൾ വരെയുള്ള കാലം അങ്ങനെ എടുക്കുമ്പോൾ 2 ഗവൺമെന്റുകളുടെ 9 വർഷമാണ്. ഈ 2 ഗവൺമെന്റുകൾ കേരളത്തിൽ സമാനതയില്ലാത്ത വികസന മുന്നേറ്റമാണ് ദൃശ്യമാക്കിയത്. 2021 മുതൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് കേരളത്തിന്റെ വികസനത്തിൽ സ്ഥാപിച്ചെടുത്ത നേട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതകരമായ നേട്ടങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായ പരിഗണന എന്താണ്? ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യം എല്ലാ കാലത്തും ഉയരുന്ന ചോദ്യങ്ങളാണ്. 1957 ഐക്യ കേരളത്തിന്റെ പിറവിക്ക് ശേഷമുള്ള 1ാമത്തെ ഗവൺമെന്റ് മുതൽ ആ ചോദ്യം ഉയരുന്നുണ്ട്. മുൻഗണനകളിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഈ ഗവൺമെന്റിനും പറയാൻ കഴിയും, മുൻഗണനകളിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നത് സാധാരണക്കാരന്റെ മുഖവും മനസ്സുമാണ് എന്ന്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ പരിഗണന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രം എന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് അതിദരിദ്രരെ ഇല്ലാണ്ടാക്കുക? ദരിദ്രരെ ഇല്ലാണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്, അതിദാരിദ്ര്യം എന്നുള്ളത് ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനം എന്ന് ഗവൺമെന്റിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു, ഒരു നിലപാട് ഉണ്ടായിരുന്നു. ആ നിലപാട് ഒരു സർക്കാരിന്റെ നിലപാടാണ്. ആ നിലപാട് ഒരു ജനപക്ഷ നിലപാടാണ്.
അതുകൊണ്ട് തന്നെയാണ് അവർ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്നോ പ്രബലമായ ഒരു വോട്ട് ബാങ്ക് ആണോ എന്നൊന്നുമല്ല നോക്കിയത്. അവരാരെല്ലാമാണെന്നോ അവരിലൂടെ എത്രയെല്ലാം പിന്തുണ കിട്ടുമെന്നോ അല്ല ഗവൺമെന്റ് നോക്കിയത്. അതിദാരിദ്ര്യം എന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒന്നാണ്. അതിദാരിദ്ര്യം അതികഠിനമായ വേദന സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിക്കുന്ന കുടുംബം അനുഭവിക്കുന്ന വേദന എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിദാരിദ്ര്യത്തിന്റെ ഇടങ്ങളിൽ അധിവസിക്കുന്നവർക്ക് മാത്രമേ അതിദാരിദ്ര്യത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാവുകയേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് അത്രമേൽ അതങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല. എത്ര ദയനീയമായ സാഹചര്യമാണ് ഈ കേരളത്തിൽ. കേരളമല്ല ഏറ്റവും കൂടുതൽ അതിദരിദ്രരായ ജനത ഉള്ളത്. പക്ഷെ എന്നാൽ നമ്മുടെ മുൻഗണന, ഈ സർക്കാരിന്റെ മുൻഗണന, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ സർക്കാരിന്റെ മുൻഗണന അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ തന്നെ തുടങ്ങാം എന്ന്. ഒരു പന്തൽ കെട്ടിയാൽ ഉടനെ അത് വലിയ പ്രശ്നമാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാണുമ്പോഴുള്ള പ്രയാസം കൊണ്ട് അല്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ അറിയുന്നതിനകത്തുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചില കേന്ദ്രങ്ങൾ അങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ഉപ്പുവെള്ളം കയറി നാശനഷ്ടം ഉണ്ടായതിന്റെ പേരിൽ, കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ, അല്ലെങ്കിൽ കൃഷി ഉത്പാദനത്തിൽ കുറവ് വന്നതിന്റെ പേരിൽ അവിടെയും നഷ്ടപരിഹാരം നൽകുന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിനകത്ത് അതിയായ നഷ്ടപരിഹാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കാം, അതുമായി മുന്നോട്ട് പോവുക എന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കൃഷി വകുപ്പ് മന്ത്രി എന്ന തരത്തിൽ എന്നോട് പറഞ്ഞു. ഞാനത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ആ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. നെല്ലിപ്പോഴും സംഭരിക്കാത്ത കാര്യമുണ്ട്. മില്ലുകൾ മുട്ടിത്തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ മില്ലുകൾ സംഭരിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മില്ലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം അവർക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ചില നിബന്ധനകളുടെ ഭാഗമായിട്ടാണ് അവർക്ക് സംഭരണത്തിന്റെ കാര്യത്തിനകത്ത് പങ്കാളികളാവാൻ കഴിയാതെ പോകുന്നു. പക്ഷെ എന്നാൽ അത്തരത്തിൽ നെല്ല് സംഭരണത്തിന്റെ ഇനിയും അവശേഷിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിലും മില്ലുകാരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി ഒരു കർഷകനെയും നിർത്തുകയില്ല എന്നും സംഭരിക്കാനുള്ള ബാക്കി നെല്ലുകൾ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ സംഭരിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർക്കാരിനുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കൃഷിക്കാരെ സഹായിക്കാനുള്ള എല്ലാ നടപടികളും ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് 2365 കോടി രൂപയുടെ ഒരു പദ്ധതി കാർഷിക മേഖലയ്ക്ക് വേണ്ടി ലഭ്യമാവുന്നത്. 40 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു പദ്ധതി, കേര പദ്ധതി. കഴിഞ്ഞ ദിവസമൊക്കെ ചില പ്രസ്താവനകൾ കേര പദ്ധതി വക മാറ്റുന്നതിന്റെ പേരിൽ മാർച്ച് എന്താണ് ഈ പദ്ധതി എന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നൊക്കെ പറയുന്നത്. ആർക്കും സമരം ചെയ്യാവുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പോലും സ്വാഭാവികമായി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ വസ്തുതകളായി അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആ വസ്തുതകളാണ് ഈ പ്രദർശനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചൂണ്ടിക്കാണിക്കലിൽ പിഴവുകളുണ്ടോ, തെറ്റുകളുണ്ടോ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുന്ന നിർദ്ദേശങ്ങളുണ്ടോ, ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജനതയുടെ അഭിപ്രായങ്ങൾ കേട്ട് ആ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം. അതുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്.